അതാ ഞാൻ പറഞ്ഞു ദിവ്യ ഐസിനെ എത്രയും പെട്ടെന്ന് അടുത്ത എയർപ്ലെയിൻ പിടിച്ച് നിങ്ങൾ നേരെ ഓസ്ട്രേലിയയിലേക്ക് വിടുക. ഇനി പൊട്ടിത്തെറിക്കാൻ ഇതുപോലെ വെടിവെക്കാൻ നിൽക്കുന്ന ആളുകൾ എത്രയും പറഞ്ഞ് പെട്ടെന്ന് അവരെ പറഞ്ഞ് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്താനാണ് ഞാൻ ആവശ്യപ്പെടുക. അപ്പോൾ ഈ ബന്ധപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ജിഹാദിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതുകൊണ്ട് ഞാൻ ഇതിനൊരു പേരിട്ടിട്ടുണ്ട്, പേപ്പട്ടി മതം എന്നാണ് ഞാൻ വിളിക്കും. ലാലി പി എമ്മിനെ പോലെയുള്ള കുട്ടികളുടെ പേര് വായിക്കാൻ വെമ്പി നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. അവരിങ്ങനെ എവിടെ കുട്ടികൾ പ്രത്യേകിച്ച് ഇങ്ങനെ എഞ്ചിനീയർ ആവാനും ഡോക്ടർ ആവാനൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്ന കുട്ടികൾ എവിടെയൊക്കെ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ പേരൊക്കെ ചാടി കയറി വിളിച്ച് കൂവുക എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു അവരുടെ ഒരു ഹോബിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിനിമ ഒക്കെ എടുത്ത് കഴിയുന്നതിന്റെ ഗ്യാപ്പിൽ ചെയ്യുന്നതാണ്. ജലീൽ പുനരൂർ, ഈ സുഡാപ്പികളുടെ അതുപോലെ ഈ സഖാപ്പികളുടെയും പണിയായിട്ട് താങ്കൾ പോവല്ലേ മുന്നോട്ട് ദയവ് ചെയ്തിട്ട്? ഞാൻ പറഞ്ഞത് താങ്കൾ ചിലപ്പോ അങ്ങനെ ആവുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അല്ല, അതുകൊണ്ടാണല്ലോ താങ്കൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഒരു നിമിഷം ഞാൻ പറഞ്ഞത് ആവർത്തിക്കാം. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഏതെങ്കിലും വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി പിടിപ്പിച്ചതാണ് ഇവർക്ക് ഭീകരവാദത്തിനുള്ള ഇന്ധനമെങ്കിൽ ആ ഗ്രന്ഥം ഒരു പുനർവായനയ്ക്കും പുനർവിചിന്തനത്തിനും വിധേയമാക്കേണ്ടതല്ലേ എന്ന ചോദ്യം മാത്രമാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. അതെങ്ങനെ ഞാൻ ആ വിശുദ്ധ ഗ്രന്ഥത്തെ തള്ളി പറയുന്നത്? ഇതാണ് നിങ്ങളെപ്പോലുള്ളവരാണ് ഈ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നത്, ഈ ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നത്. കൊച്ചിലെ കൂടെ കളിക്കുന്ന പ്രായത്തിൽ തുടങ്ങിയ നീ ആ ചെറുക്കനെ മൂപ്പിക്കാൻ വേണ്ടിയുള്ള വിസിലടി. താങ്കൾ ഈ ഉദ്ദേശിച്ചിട്ടുള്ള ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ ആണെങ്കിൽ അത്തരം ഒരു പരാമർശമോ അത്തരം ഒരു തീവ്രവാദത്തിന് പ്രചോദനമോ ആ ഗ്രന്ഥം നൽകുന്നില്ല എന്ന് അടിവരയിട്ടുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും. ഇട പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ആരിഫ് ഹുസൈൻ, ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ അദ്ദേഹം തന്നെ തന്നിട്ടുണ്ട്. യെസ്, அப்ப வந்தான் தலைவர் அவன். இன்னைக்கு வருவான், சுடுவான், சாவா, ரிப்பீட். முடியல தலைவரே, முடியல தலைவரே. ഓക്കെ, ഞാൻ ഇതൊന്ന് ചുരുക്കി ഈ വിഷയം ഒന്ന് ബ്രീഫായിട്ടൊന്ന് മൊത്തത്തിലൊന്ന് പറയാൻ വിചാരിക്കണം, അല്ലെങ്കിൽ ആളുകൾക്ക് ഇതാകെ കൺഫ്യൂഷൻ ആവും. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഒന്നാമത്തത്, ഞാൻ ഈ ഒരു ഇന്നത്തെ ഈ ഒരു ജിഹാദി ആക്രമണം അത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മളുടെ ദിവ്യ IAS വേണ്ടിയിട്ടാണ്. ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞവെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കുന്നതാണ് എന്ന് പഠിപ്പിച്ച ആ മഹാമനസ്കത ആണ് എന്ന് പറഞ്ഞ ആ ദിവ്യ IAS വേണ്ടിയിട്ട് ഞാൻ ഈ ജിഹാദി ഭീകരാക്രമണത്തെ സമർപ്പിയാമി. അന്യനെ നശിപ്പിക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം. തീവ്രപക്ഷത്തേക്ക് ചേരുക, അണിനിരക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം. നിങ്ങളത് ഏറ്റെടുക്കുക. നിങ്ങൾക്ക് ഈ പറയുന്ന ജിഹാദിനെ കുറിച്ചുള്ള നന്മ വാഴ്ത്തുകൾ അതെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് അടുത്ത വിമാനം പിടിച്ച് നേരെ ഈ പറയുന്ന ഓസ്ട്രേലിയയിലേക്ക് പോയി ഇനിയും പൊട്ടിത്തെറിക്കാൻ നടക്കുന്ന ആളുകളുണ്ട്, അവരെ പോയി ഉത്ബോധിപ്പിക്കണമെന്നാണ് ദിവ്യ ഐസിനോട് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം 14 ഇത് പൊട്ടിയത്, ഇന്ന് നമ്മൾ 15 ഇരിക്കുന്നു. ഡിസംബർ 12 ജർമ്മനിയിൽ ഇതേപോലെ ഒരു ഇമാമിനെയും 4 കൂട്ടാളികളെയും കൂടി അറസ്റ്റ് ചെയ്തു. ജർമ്മനിയിൽ അവർ പ്ലാൻ ഇട്ടിരുന്നത് ഒരു ക്രിസ്മസ് മാർക്കറ്റിലേക്ക് വണ്ടി ഇടിച്ച് കയറ്റാനും അവിടെ പോയി വെടിവെച്ച് കുറേണത്തിന് ഇതേപോലെ കശാപ്പ് ചെയ്യാനുള്ള ജിഹാദി പ്രവർത്തനം തന്നെയാണ് അവരും പ്ലാൻ ഇട്ടിരുന്നത്. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. അപ്പൊ അവരും അവിടെ ഈ ജയിലിൽ കഴിയുന്നുണ്ട്. അങ്ങോട്ടേക്കും ഇത് കഴിഞ്ഞിട്ട് ദിവ്യ IAS പോകാം, എന്നിട്ട് അവിടെ പോയിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കാം. ഇതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. രണ്ടാമത്തത്, ലാലി പി എമ്മിനെ പോലെയുള്ള കുട്ടികളുടെ പേര് വായിക്കാൻ വെമ്പി നിൽക്കുന്ന കുറെ ആളുകളുണ്ട്. അവരിങ്ങനെ എവിടെ കുട്ടികൾ പ്രത്യേകിച്ച് ഇങ്ങനെ എഞ്ചിനീയർ ആവാനും ഡോക്ടർ ആവാനൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്ന കുട്ടികൾ എവിടെയൊക്കെ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ പേരൊക്കെ ചാടി കയറി വിളിച്ച് കൂവുക എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു അവരുടെ ഒരു ഹോബിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിനിമ ഒക്കെ എടുത്ത് കഴിയുന്നതിന്റെ ഗ്യാപ്പിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കുട്ടിയുടെ പേര് ഞാൻ പറയും. ഒരു കുട്ടിയുടെ പേരാകുമ്പോഴെങ്കിലും അവർക്ക് വായിക്കാൻ പറ്റുമായിരിക്കും. കാരണം സുഡാനിലും നൈജീരിയയിൽ കുട്ടികളുടെ പേരിന്റെ എണ്ണം കൂടി എന്നതിന്റെ പേരിലാണ് അവർക്ക് വായിക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു കുട്ടിയുടെ പേരുള്ള ആ പേരൊന്ന് വായിക്കണം. ജീവിതമാണ്. കുട്ടിയുടെ പേര് മെറ്റിൽഡ എന്നാണ്. വയസ്സ് 10 വയസ്സാണ്. എഞ്ചിനീയറോ ഡോക്ടറോ ആവേണ്ട കുട്ടിയായിരുന്നു, കൊല്ലപ്പെട്ടതാണ്. ഇന്നലെ ഒരു ജിഹാദി ഭീകരൻ, ഒരു മുസ്ലിം ഒരു ഭീകരനാണ് വെടിവെച്ച് കൊന്നത്. അപ്പോൾ ആ കുട്ടിയുടെ പേരൊന്ന് വായിച്ച് കനിയണം എന്നാണ് എനിക്കൊന്ന് അഭ്യർത്ഥിക്കാനുള്ളത്. ഒന്ന്, ഈ വർദ്ധിച്ചു വരുന്ന ഈ ഇസ്ലാമിക ഭീകരത എന്ന് പറയുന്നത് ആഗോളതലത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇസ്ലാമിക ഭീകരത എന്ന് പറയാൻ കാരണം അത് കൃത്യമായിട്ട് ഇസ്ലാമിന്റെ അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ നിൽക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഈ ജലീൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിലേക്കൊക്കെ ഞാൻ വരാം. എന്ത് പറ്റിയടാ? ഇതേ ആളുകളോട് മനുസ്മൃതിയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്ത് പറയും? തീർച്ചയായിട്ടും മനുസ്മൃതി നമ്മൾ കത്തിക്കേണ്ടതാണ്, പറ്റുമെങ്കിൽ അത് എല്ലാ ദിവസവും കൂട്ടിയിട്ട് കത്തിച്ച് നമ്മൾ കട്ടൻ ചായ തിളപ്പിച്ച് കുടിക്കേണ്ട ഒരു കിതാബാണെന്നാണ് അവർ പറയുക. പക്ഷേ ഇതേ സാധനങ്ങൾ ഖുറാനിലെ ആയത്തുകൾ വെച്ചും അതല്ലെങ്കിൽ ഹദീസുകൾ നമ്പർ വെച്ചും നമ്മൾ പറഞ്ഞ് സ്വഹിയായ ഹദീസ് വെച്ച് കൊടുത്താൽ പോലും ഇവർക്ക് അത് എന്റെ കിതാബ് അങ്ങനെയല്ല എന്ന് പറയും. ഇതാണ് സംഭവിക്കുക. എന്തിനുള്ള പുറപ്പാടാണ്ടോ?
അപ്പോൾ ആ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ കിതാബ്, നിങ്ങൾ മനുസ്മൃതി വായിച്ച സമയം കളഞ്ഞതിനേക്കാൾ മുന്നേ സ്വന്തം കീശയിൽ ഇരിക്കുന്ന കിതാബ് വായിച്ച് നിങ്ങൾ അതിലൊരു 2 വരിയെങ്കിലും നിങ്ങൾ ആദ്യം മലയാളത്തിൽ വായിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതൊന്നും എനിക്കറിയാൻ മേല. ഈ പലസ്തീനിയൻ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ജിഹാദ് മാത്രമേ ഉള്ളൂ അതിന്റെ വഴി എന്ന് അവരുടെ ആർട്ടിക്കിൾ 11 അവർ അവരുടെ ചാർട്ടറിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ്. ആ രീതിയിൽ കൃത്യമായിട്ട് അവർ തന്നെ നിർവചിച്ച് വെച്ചിരിക്കുന്ന, അവർ ലക്ഷ്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ് ജിഹാദ് ആണ് ഈ പലസ്തീനിയനിസം എന്നതിന്റെ ഒരു വഴിയായിട്ട് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അടിപൊളി. ഈ സാധനം ഗ്ലോബലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആഗോളതലത്തിൽ ജിഹാദ് അവിടെ പ്രചരിപ്പിക്കുക എന്നതുകൂടി തന്നെയാണ്. ഇനി എന്താണ് ഈ ജിഹാദിൽ അവർ മുന്നോട്ട് വെക്കുന്നത്? അതും ഇവരുടെ ആർട്ടിക്കിൾ 7 അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് അവസാനത്തെ ജൂതനെ കൊന്നു തള്ളണം. ഇതാണ് അവരുടെ ഈ ജിഹാദിന്റെ ഉൽപ്പന്നം അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ് അവർ അവിടെ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അതെ, ഏതെല്ലാം എവിടെയൊക്കെ ജൂതനുണ്ടോ അവിടെ എല്ലാം കയറി ചെന്നുകൊണ്ട് ജൂതനെ ഉന്മൂലനം ചെയ്യുക എന്ന കൃത്യമായ ജനസൈഡൽ കോൾ അല്ലെങ്കിൽ എന്താ പറയുക വംശഹത്യ എന്നൊക്കെ പറയുന്ന സാധനം കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ അവരുടെ ചാർട്ടറിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ്. ഹമാസിന്റെ ചാർട്ടറിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. നിന്നെയൊന്നും ഒന്നും ചെയ്യില്ല, നീ ഒന്നും നന്നാവരുത്, വഷളായി തന്നെ വളരണം, അപ്പൊ പിന്നെ ആരെയും തല്ലിക്കൊന്നോളൂ. ഈ സാധനം നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ഇന്തിഫാദ എന്ന് പറയുന്നതും. അത് ഗ്ലോബലൈസ് ചെയ്യാന്നുള്ള ആ ഉദ്ദേശത്തിൽ നടക്കുമ്പോൾ പച്ചയ്ക്ക് പറഞ്ഞാൽ അത് ഈ ജിഹാദി ഭീകരത ഈ പേരിൽ ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുക, ഇതിന്റെ പേരിൽ ആളുകളെ ഈ ഒരു അവരുടെ അജണ്ടയിലേക്ക് ആളുകളെ കുരുക്കിയിടുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. അതാണ് നമ്മളിവിടെ നടക്കുന്നതായിട്ട് കാണുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഗ്ലോബലൈസ് ഇന്തിഫാദ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതൊരു ഭീകരവാദ ഒരു സ്റ്റേറ്റ്മെന്റ് ആയി കണ്ട് അവരെ തുറങ്കിൽ അടയ്ക്കണം, അവരെ ഒതുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുക. അതിനെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. പലസ്തീനിയനിസം എന്ന് പറയുന്നത് ഒരു ഭീകരവാദം തന്നെയാണ്. എല്ലാ ഫ്രീ പലസ്തീൻ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മൂട്ടിൽ വെടിവെക്കുന്ന ഒരു സാധനമാണ്. കാരണം എന്താ, നിങ്ങൾ ഒരു അഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ വന്നുകൊണ്ട് ഇതിനകത്ത് രക്ഷിച്ചു, അത് ഉയർത്തി വെച്ചുകൊണ്ട് ഒരു റെപ്യൂട്ടേഷൻ ലോണ്ടറിംഗ് ആണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആ ജിഹാദികൾ അങ്ങോട്ട് വെളുപ്പിക്കുക. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, എന്തിനാണ് ഈ രക്ഷകരെ ഉയർത്തിക്കൊണ്ട് നിങ്ങൾ ഇതേപോലെ മുസ്ലിങ്ങൾ വലിയ സംഭവമാണെന്ന് പറയാൻ നിൽക്കുന്നത്? ഈ പറയുന്ന തന്തയില്ലായ്മ കാണിച്ച, ഈ തരത്തിലുള്ള ജിഹാദി ഭീകരത കാണിച്ച ഈ 2 ജിഹാദികളെ ഇറക്കി വിടാതിരിക്കാൻ എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് സാധിക്കുന്നില്ല? എന്തുകൊണ്ട് മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് ഇത്തരം ആളുകൾ ഉണ്ടാകുന്നു? അതും ശരിയാണല്ലോ. പഹൽഗാമിൽ നിങ്ങൾ അതേപോലെ ഒരു കുതിര സവാരിക്കാരനെ പൊക്കി കൊണ്ടുവന്നു. അതുകൊണ്ട് എന്താ കാര്യം? നിങ്ങൾ അവിടെ 10-25 പേരെ വെടിവെച്ച് കൊന്നില്ലേ? അതേപോലെ ഓരോ സാധനത്തിലും നിങ്ങൾ പറയുന്നു ഇനി അതല്ല അത് എടുക്കണം, അതുകൊണ്ട് നിങ്ങൾ അത് പറയുന്നത് ശരിയല്ല എന്നാണ് പറയുന്നുണ്ടെങ്കിൽ ഗുജറാത്ത് കലാപത്തിലും നമ്മൾ ഇത് കാണുന്നു. അവിടെയും ചില ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ ഇതുപോലെ മുസ്ലിങ്ങളെ സംരക്ഷിച്ചു എന്ന് പറയുന്ന കാര്യം നമ്മളിവിടെ പറയാറുണ്ട്, കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അത് വെച്ചുകൊണ്ട് നിങ്ങൾ ഗുജറാത്ത് കലാപം ഏതെങ്കിലും തരത്തിൽ വെളുപ്പിക്കാൻ നിന്നാൽ നിങ്ങൾ എന്തായിരിക്കും പറയാ? കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. ജലീൽ ചോദിക്കണ്ടേ? ജലീൽ പറഞ്ഞ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ജലീൽ ചോദിക്കണ്ടായി എന്താണ് ഐസിസ് എവിടെ പോയി? ഐസിസ് എവിടെയും പോയിട്ടില്ല. ഐസിസ് തന്നെയാണ് ഈ ഹമാസിന് ഈ ട്രെയിനിങ് കൊടുത്തിരുന്നതും ഐസിസും ഹമാസും കൂടി ഒത്തുചേർന്നുകൊണ്ട് പണി ഒപ്പിച്ചത് മുഴുവൻ ഇതിന് മുന്നിലുള്ള ഡോക്യുമെന്റ്സ് അവിടെ തെളിവുണ്ട്. യെസ്, കിതാബിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല എന്നാണ് പറയാ. നിങ്ങൾ സൂറത്ത് തൗബ എടുക്കുക, അതിനകത്ത് അതിന്റെ വേഴ്സ് നമ്പർ 73 അതെടുക്കുക. അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യം എന്താണ്? യാ യുഹൻ നബിയു ജാഹിദുൽ കുഫാറ വൽ മുനാഫിഖീൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് എന്താ അതിന്റെ അർത്ഥം? അതായത് എന്താണ്, കപട വിശ്വാസികളോടും അതുപോലെ തന്നെ അവിശ്വാസികളോടും നിങ്ങൾ ജിഹാദ് ചെയ്യുക. ജാഹിദുൽ കുഫാർ എന്ന് തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, ജിഹാദ് എന്ന് തന്നെയാണ്. ഈ ഉദ്ദേശിച്ചിട്ടുള്ള ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ ആണെങ്കിൽ അത്തരം ഒരു പരാമർശമോ അത്തരം ഒരു തീവ്രവാദത്തിന് പ്രചോദനമോ ആ ഗ്രന്ഥം നൽകുന്നില്ല എന്ന് അടിവരയിട്ടുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും. ഇതെന്താ സോമ, നിന്റെ അപ്പന്റെ അങ്ങാടി വരുന്നവിടെയോ? അപ്പൊ ജിഹാദ് എന്നുള്ള വാക്ക് അറിയാത്ത ദിവ്യ IAS പറയുന്നത് കേട്ടിട്ട് ഇവിടെ ജലീൽ എന്തെങ്കിലും വിളിച്ചു പോവിയാൽ ഇസ്ലാം അല്ലാതെ ആവില്ല. പൊന്ന് ജലീൽ, എനിക്കതാ പറയാം, നിങ്ങൾ പോയിട്ട് 2ാമത് ഇസ്ലാം പഠിക്കുക. ഇനി അപ്പൊ ജിഹാദ് എന്നുള്ള വാക്ക് അറിയാത്ത ദിവ്യ IAS പറയുന്നത് കേട്ടിട്ട് ഇവിടെ ജലീൽ എന്തെങ്കിലും വിളിച്ചു പോവിയാൽ ഇസ്ലാം അല്ലാതെ ആവില്ല. പൊന്ന് ജലീൽ, എനിക്കതാ പറയാം, നിങ്ങൾ പോയിട്ട് 2ാമത് ഇസ്ലാം പഠിക്കുക. ഇനി ഈ ഹമാസിന്റെ ചാർട്ടറിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു. അവരവിടെ നോട്ട് ചെയ്തിരിക്കുന്ന ഒരു ഹദീസ് എന്ന് പറയുന്നത് ബുഖാരി 2926 എല്ലാം എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. അതായത് അന്ത്യദിനം സംഭവിക്കില്ല, അവസാനത്തെ ജൂതനെയും കൊന്നു തള്ളുന്നത് വരേക്കും എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അവർ കൃത്യമായിട്ട് അവിടെ ആർട്ടിക്കിൾ 7 അവർ എഴുതി ദ ഡേ ഓഫ് ജഡ്ജ്മെന്റ് വിൽ നോട്ട് കം അബൌട്ട് അൻറ്റിൽ മുസ്ലിംസ് ഫൈറ്റ് ദ ജൂസ്, അതായത് കില്ലിംഗ് ദ ജൂസ് എന്ന് ബ്രാക്കറ്റിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. വെൻ ദ ജൂ വിൽ ഹൈഡ് ബിഹൈൻഡ് സ്റ്റോൺസ് ആൻഡ് ട്രീസ്, അതായത് കല്ലിന്റെ മരത്തിന്റെ പിന്നിൽ ജൂതന്മാർ ഒളിക്കും. ദ സ്റ്റോൺസ് ആൻഡ് ട്രീസ് വിൽ സേ ഓ മുസ്ലിംസ്, അന്ന് ആ സമയത്ത് ഈ കല്ലും മരങ്ങളും വിളിച്ചു പറയും, ഓ മുസ്ലിമേ നിന്റെ പിന്നിൽ ഒരു ജൂതൻ ഒളിച്ചിരിപ്പുണ്ട് എന്ന് പറയും. കം ആൻഡ് കിൽ ഹിം, അവനെ പോയി കൊല്ലൂ എന്ന് പറയും. ആ സമയത്ത് ഒരു മരം മാത്രം അത് ചെയ്യില്ല. ആ മരം ഏതാണ്? ഗർക്കത് മരമാണ്. ആ മരം ജൂതന്മാർ നട്ടുപിടിപ്പിക്കും എന്നും കൂടിയൊക്കെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇത് എല്ലാ ഭാഷയിലും ഇൻക്ലൂഡിംഗ് മലയാളത്തിൽ മദ്രസയിൽ വെള്ളിയാഴ്ച പള്ളികളിൽ അതുപോലെ മതവേദികളിലെല്ലാം പ്രസംഗിക്കുന്ന ഇവിടുത്തെ ഉസ്താദുമാരടക്കം ഉള്ളപ്പോഴാണ് ജലീൽ വന്നിട്ട് പറയുന്നത് നമുക്ക് വലുത് ദിവ്യ IAS ആണെന്ന്. പോയി ചത്തുടടാ.
അതാ ഞാൻ പറഞ്ഞു ദിവ്യ ഐസിനെ എത്രയും പെട്ടെന്ന് അടുത്ത എയർപ്ലെയിൻ പിടിച്ച് നിങ്ങൾ നേരെ ഓസ്ട്രേലിയയിലേക്ക് വിടുക. ഇനി പൊട്ടിത്തെറിക്കാൻ ഇതുപോലെ വെടിവെക്കാൻ നിൽക്കുന്ന ആളുകൾ എത്രയും പറഞ്ഞ് പെട്ടെന്ന് അവരെ പറഞ്ഞ് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്താനാണ് ഞാൻ ആവശ്യപ്പെടുക. അപ്പോൾ ഈ രീതിയിൽ അടിമുടി ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇതാണ് ഈ പറയുന്ന മതവും ഈ മതത്തിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ജിഹാദിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇതുകൊണ്ട് ഞാൻ ഇതിനൊരു പേരിട്ടിട്ടുണ്ട്, പേപ്പട്ടി മതം എന്നാണ് ഞാൻ വിളിക്കാറുള്ളൂ. പേപ്പട്ടി മതം എന്നാണ് ഞാൻ വിളിക്കാറുള്ളൂ. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന് എല്ലാ ആളുകളും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് വേറെ മതത്തെ ഒന്നും വിമർശിക്കില്ല എന്ന്. നിങ്ങൾ പറയൂ, ഗ്ലോബൽ ടെറർ ഇൻഡെക്സ് എടുക്കുക, അതിനകത്ത് ഓരോ വർഷം ഈ ടെറർ ഇൻസിഡൻസ് അല്ലെങ്കിൽ ഇതുപോലെ അറ്റാക്ക് ഉണ്ടാക്കുന്നതിന്റെ ലിസ്റ്റ് അവർ ഇറക്കുന്നുണ്ട്. 2025 ഇറക്കി, മാർച്ച് മാസത്തിലാണ് ഇറക്കിയത്. അതിൽ ആദ്യത്തെ ഒരു 100 സംഘടന നിങ്ങൾ എടുക്കുക. ആ 100 സംഘടന എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 80% 90% ഏതാണ്? ഇസ്ലാമിക് ടെററാണ്, ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ് ആണ്. തട്ടിപ്പാണല്ലേ. അത് കഴിഞ്ഞിട്ട് മറ്റ് സെപ്പറേറ്റിസ്റ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് വരുന്നുള്ളൂ, അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങൾ വരുന്നുള്ളൂ. അത് നിങ്ങൾ കാണാതെ ഇതിനകത്ത് ഇസ്ലാമിന് എന്താ പങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക? പിന്നെ ഐസിസ് എവിടെയാണ് ഇത് ചെയ്യാത്തത്? ഞാൻ നിങ്ങൾക്ക് വെക്കുന്ന വെല്ലുവിളി ഐസിസ് പണ്ടുവെച്ച വെല്ലുവിളിയാണ്. എന്താണ് ഐസിസ് ചെയ്യുന്നതിൽ അനിസ്ലാമികമായ ഒരു കാര്യം നിങ്ങൾ ചൂണ്ടിക്കാണിക്കേ. അത് ഉത്തരം പറ. അത് അവർ ചെയ്യുന്നത് ഇന്നത് ഇസ്ലാമികമല്ല എന്ന് നിങ്ങൾ കൃത്യമായിട്ട് പറയൂ. ഞാനിത് എത്ര കാലമായി വെല്ലുവിളി വെച്ചുകൊണ്ടിരിക്കും. ഒരു ഉസ്താദ് പോലും മുന്നോട്ട് ഇതുവരെ വന്നിട്ടില്ല. പല ഉസ്താദന്മാരോട് നേരിട്ട് ഞാൻ ചോദിച്ചിട്ടുള്ളതാണ്. ഒരാൾ പോലും ഇത് ഏറ്റെടുത്തിട്ടില്ല. കാരണം നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. അടിമകളെ വെക്കുന്നത് മുതൽ അവരെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നത് മുതൽ കൊള്ളയടിക്കുന്നത് മുതൽ എല്ലാ സംഗതിയും എന്താണ് മുഹമ്മദ് നബി ചെയ്തത് അത് തന്നെയാണ് ഐസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പരം ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ അവർ ഒരെണ്ണം പോലും കൂടി കുറഞ്ഞ് ചെയ്യുന്നില്ല. തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? ഇതിനൊക്കെ ജീവിക്കുന്ന ഉദാഹരണങ്ങൾ വരുന്നുണ്ട്. നാദിയ മുറാദിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. യസീദി കൂട്ടക്കൊല നടത്തിയപ്പോൾ അതിനകത്ത് പിടിക്കപ്പെട്ട് ലൈംഗിക അടിമയാക്കി വെക്കപ്പെട്ട ഒരു കുട്ടിയാണ് ഈ യസീദി കുട്ടിയാണ് ഈ പറയുന്ന നാദിയ മുറാദ്. സ്വന്തമായിട്ട് ഒരു പുസ്തകം എഴുതി നൊബേൽ പ്രൈസ് വരെ കിട്ടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങൾ അവരുമായിട്ടൊക്കെ നേരിട്ട് സംസാരിക്കും, എന്താണ് ഐസിസ് ചെയ്തത് എന്നുള്ളത്, ആ രീതിയിലുള്ള കാര്യങ്ങൾ. പിന്നെ എനിക്ക് ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരം സംഗതികൾ ഉണ്ടാവുമ്പോൾ ഇവിടെ RV ബാബു പറഞ്ഞ പോലെ ഇവിടെ സാധാരണ എല്ലാ മുസ്ലിമും തീവ്രവാദി അല്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ വെക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുക. കാരണം ഇവിടെ കൃത്യമായിട്ട് ഈ പറയുന്ന ജിഹാദി തരത്തെയും അതിനുവേണ്ടി അനുകൂലിക്കുന്ന ആളുകളെ, അതിനെ ന്യായീകരിക്കുന്ന ആളുകളെയും നമ്മൾ കൃത്യമായിട്ട് എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് സാധാരണ മുസ്ലിമിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ ഒരു കീഴ്വഴക്കം ഹിന്ദുത്വ ടെററോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും സാധനമോ വരുന്ന സമയത്ത് ഇവിടെ ആരും ചെയ്യാറില്ലല്ലോ. പിന്നെ എന്തിനാണ് ഇത് ചെയ്യുന്ന സമയത്ത് അത് പറയേണ്ട കാര്യം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒന്നത്. ഇനി ജലീലിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ പറയുന്ന വിഷയങ്ങൾ വരുമ്പോൾ എന്തിനാണ് ഇതിനെ ന്യായീകരിക്കാൻ നിൽക്കുന്നത്? നിങ്ങൾ ഇവിടെ ന്യായീകരണം കണ്ടെത്തുകയാണ്. ഇത് ഇസ്രായേലിന്റെ കണ്ടുപിടുത്തമാണ്, ഇത് വേറെ ആരോ പറഞ്ഞതിന്റെ പേരിൽ ഇത് എന്തോ കുത്തിത്തിരിപ്പിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയതാണ്. ബീഹാർ ഇലക്ഷൻ അവിടെ ഇല്ലാതെ പോയി, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ ഒരു ബീഹാർ ഉണ്ടായിരുന്നെങ്കിൽ അത് ബീഹാർ ഇലക്ഷന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു. നിങ്ങൾ പക്ഷെ നമുക്ക് മനസ്സിലാവുന്നില്ല പാകിസ്ഥാനിൽ നിന്നുള്ളവരാണെന്ന് പോലും ശ്രീ ജലീൽ പുനലൂർ പറയുന്നില്ല. എന്തിനാണ് ഈ ന്യായീകരണം? നിങ്ങൾ കൃത്യമായിട്ട് പറയാ. ഈ ഏതൊരു മതത്തിലും ഇത്തരത്തിലുള്ള സാധനം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ടെറർ നടത്തിയാൽ നിങ്ങൾക്ക് എങ്ങനെയാണോ മനുസ്മൃതിയെ തള്ളി പറയാൻ കഴിയുന്നത്, അതേപോലെ ഖുറാനിൽ ഉണ്ടെങ്കിൽ അതിനെ തള്ളി കളയണം എന്ന ഒറ്റ സ്റ്റേറ്റ്മെന്റ് വെച്ചാൽ നിങ്ങൾ ഇവിടെ ആരെങ്കിലും ഇതേപോലെ ഒരു വളഞ്ഞിട്ട് ഒരു തക്കിയ കളിക്കുന്ന ഒരു പൊട്ടൻഷ്യൽ ജിഹാദിയാണെന്ന് ആരെങ്കിലും ഇവിടെ പറയോ? ഇല്ലല്ലോ. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ അതിനും ഇതുപോലെയുള്ള ലോകത്തില്ലാത്ത ന്യായങ്ങൾ കണ്ടെത്തിയിട്ട് അതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്? നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കുളം തോണ്ടിക്കൊണ്ടിരിക്കുന്നത്, കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന തരത്തിലേക്ക് കൊണ്ടുവെക്കുന്നത് നിങ്ങളെപ്പോലുള്ള ആളുകളുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ സമാധാന പ്രിയരായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങളെ പോലും നിങ്ങൾ ഈ ജിഹാദിന് കൂട്ടു നിൽക്കുന്ന ആളുകളാണ്. അവരും ഇതേപോലെ ഇതിനെ ന്യായീകരിക്കാൻ നിൽക്കുന്നവരാണോ എന്ന് ബാക്കിയുള്ള ആളുകളെ കൊണ്ട് സംശയിപ്പിക്കുന്നത് നിങ്ങളെ പോലുള്ള ആളുകളാണ്. ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിലിരിക്കുന്ന ആളുകളല്ലേ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പണിയല്ല. നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് തള്ളി പറയേണ്ടത് തള്ളി പറയുക എന്നുള്ളതാണ്. അത് ചെയ്യാത്ത കാലത്തോളം ബാക്കി മുസ്ലിങ്ങളും കൂടി നിങ്ങളുടെ വലയിൽ വീണ് അവരും കൂടി കുടിയിട്ടാടുന്ന അവസ്ഥ. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതി. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?